നമസ്കാരം. ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നൊരു പ്രത്യേകമായ വിഷയത്തെക്കുറിച്ചാണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന വിഷയമാണത്. നമ്മൾ ഈ ക്ഷേത്രങ്ങളിലേക്ക് പൂജാതി കാര്യങ്ങളൊക്കെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അവിടെ ഒരു പുരോഹിതനുള്ളതായി നമുക്കറിയാം. കൃത്യമായ സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ഭഗവാന് അർപ്പിച്ചുകൊണ്ട് തന്നെ കൃത്യമായി പൂജ ചെയ്യുകയും ഭക്തജനങ്ങൾ സ്വീകരിക്കുകയും ക്ഷേത്രത്തിലേക്ക് വേണ്ട നിർദ്ദേശ ഉപദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഇവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. ക്ഷേത്ര പുരോഹിതന്മാർ അവരുടെ ജീവിത രീതി, ആചാരശാസ്ത്രം, താന്ത്രിക വിധി ഇവയൊക്കെ ജ്യോതിഷപരമായി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താൽ തീർച്ചയായും മറ്റ് പലർക്കും ഈ വീഡിയോ എത്തിച്ചേരുമെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരല്പം ക്ഷമയോടുകൂടി തന്നെ അതൊന്ന് ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. കമൻറ്റ് ചെയ്താൽ അതും ഒരു ഭാഗ്യമായി ഞങ്ങൾ കരുതിക്കൊള്ളാം. പ്രിയപ്പെട്ട, നമുക്ക് തുടങ്ങാം. നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് കടന്നു ചെന്നാൽ ആ ദേവൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ വിഗ്രഹത്തെയാണ്. എന്നാൽ ആ വിഗ്രഹത്തിൽ ചൈതന്യം പകരുന്നത് ഒരു സാധാരണ മനുഷ്യനാണ്. അവൻ വെറും ഒരു പുരോഹിതനല്ല, ആചാരത്തിൻ്റെ ജീവനാണ്, മന്ത്രത്തിൻ്റെ ശ്വാസമാണ്, അഗ്നിയുടെ ജ്വാലയാണ്. ഇന്ന് നാം സംസാരിക്കുന്നത് ക്ഷേത്ര പുരോഹിതന്മാരുടെ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല. അവരുടെ വേഷം, ശുദ്ധി, താന്ത്രിക ക്രമം, ജ്യോതിഷബന്ധം, ജീവിതത്തിൻ്റെ സാമ്പത്തിക യാഥാർത്ഥ്യം, ഭാവിയിൽ വരാനിടയുള്ള വെല്ലുവിളികൾ എല്ലാം തന്നെ നമുക്ക് ഈ ചെറിയൊരു വീഡിയോയിലൂടെ സാവകാശം പരിശോധിക്കാം. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഇടയിൽ നിൽക്കുന്നൊരു പാലമാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങൾ പ്രധാനമായും ആഗമശാസ്ത്രവും താന്ത്രിക ശാസ്ത്രവും അനുസരിച്ചാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇവയിൽ പ്രധാന ഗ്രന്ഥങ്ങളൊക്കെ തന്നെ പറയുന്നത് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു പാലമാണ് പുരോഹിതൻ അഥവാ പൂജാരി. കേരളത്തിലെ ക്ഷേത്രങ്ങൾ പരിശോധിച്ചാൽ പ്രധാനമായും ഇവയൊക്കെ തന്നെ ആഗമശാസ്ത്രവും താന്ത്രിക ശാസ്ത്രവും അനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതും നടന്നു വരുന്നതുമാണ്. ഇവയിൽ പ്രധാനമായ ഗ്രന്ഥങ്ങളുടെ പിൻബലമുണ്ട്. അവയൊക്കെ ഇതാണ്: കാമികാഗമം, കർണാഗമം, സുപ്രഭേദാഗമം. പുരോഹിതനൊരു പൂജാരിയല്ല, മറിച്ച് പ്രാണപ്രതിഷ്ഠയിലൂടെ ചൈതന്യം നിലനിർത്തുന്ന ഒരു ശാക്തിക കേന്ദ്രമാണ്. ജ്യോതിഷപരമായി ഒന്ന് പരിശോധിച്ചാൽ പുരോഹിതനാകാൻ ഏറ്റവും അനുയോജ്യമായ ഗ്രഹബലം എന്ന് പറയുന്നത് ഗുരുബലം തന്നെയാണ്. ചന്ദ്രൻ്റെ ശുദ്ധി, സൂര്യൻ്റെ തേജസ്. ഗുരുദോഷമുള്ളവർ ഒരിക്കലും മന്ത്രാധികാരത്തിൽ വരരുത്, അത് ക്ഷയമുണ്ടാക്കുമെന്നാണ് പറയാനുള്ളത്. ചന്ദ്രബലം കുറഞ്ഞാൽ മനസ്സിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. നമ്മളൊക്കെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ മിക്കവാറും കാണുന്നത് അർദ്ധനഗ്ന വേഷത്തിൽ നിൽക്കുന്ന പൂജാരിമാരെയാണ്. മേൽവസ്ത്രമില്ലാതെ ശ്രീകോവിലിൽ നിൽക്കുന്നത് ഒരു താന്ത്രിക സങ്കേതത്തെ സൂചിപ്പിക്കുകയാണ്. അഹം ബ്രഹ്മാസ്മി. ശരീരാഭിമാനമില്ലാത്ത ഒരു സമർപ്പണമാണ് അവരുടെ ജീവിതം. തട്ടുടുക്കൽ വെറും ഒരു വേഷരീതി അല്ല, മൂലാധാരത്തിൽ ചക്രത്തിൻ്റെ സ്വാധീനം നിലനിർത്താനുള്ള യോഗ രീതിയാണത്. പൂണൂൽ എന്ന് പറയുന്നത് അഥവാ യജ്ഞോപവീതം എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ കർമ്മം നിർവഹിക്കാനുള്ള അധികാരത്തെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ ഒരു ക്ഷേത്ര പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം പൂണൂൽ ധരിക്കേണ്ടത് ഒരു ആത്മാർപ്പണത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. പൂണൂലിന് 3 ഇഴകളാണുള്ളത്: ദേവഘടം, പിതൃഘടം, ഋഷിഘടം. ജ്യോതിഷപരമായി നമുക്കൊന്ന് വിലയിരുത്തിയാൽ ഉപനയനം കഴിഞ്ഞാൽ ഗുരുബലം ശക്തമാകുന്ന സമയത്താണ് പൂണൂൽ ധരിക്കേണ്ടത്. ഊർജത്തിൻ്റെ ശാസ്ത്രമനുസരിച്ച് ഗർഭഗൃഹം ഒരു ഊർജ്ജ കേന്ദ്രമാണ്, അതൊരു യന്ത്രമാണ്. എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ അകം ഒരു യഥാർത്ഥ ആത്മീയമായ പ്രഭയെ ചൊരിയുന്ന ഒരു യന്ത്രമായി തന്നെ നമ്മൾ പരിഗണിക്കേണ്ടി വരും, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിഗ്രഹം എന്ന് പറയുന്നത് മന്ത്രശക്തിയുടെ ആകർഷണ കേന്ദ്രമാണ്. മന്ത്രമെന്ന് പറഞ്ഞാൽ ശബ്ദ തരംഗമാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജ സജീവീകരണമാണ്. അതിനാലാണ് കാറ്റില്ലാത്ത ശ്രീകോവിൽ, സ്ഥിരമായ വിളക്കുകൾ, ധൂപം. ജ്യോതിഷപരമായി ഇത് അഗ്നിതത്വവും ആകാശതത്വവും ചേർന്ന ഒരു വലിയ പ്രക്രിയയാണ്. മറ്റൊന്ന് നമുക്ക് പരിശോധിക്കാം. ഈ പുരോഹിതന്മാരെ ഭക്ഷണ അധികാരികളിലൊക്കെ വളരെ നിഷ്ഠയുള്ളവരാണ്. അവർ മിക്കവാറും ചായക്കടകളിലോ ഹോട്ടലുകളിലോ ഒന്നും തന്നെ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതായി നമ്മൾ കാണാറില്ല.
സാത്വികതയുടെ അനിവാര്യതയാണ് പുരോഹിതൻ്റെ ഭക്ഷണത്തിൻ്റെ പ്രധാന ഘടകം. മനുസ്മൃതിയിൽ സാത്വിക ഭക്ഷണമാണ് പ്രധാനമായി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒഴിവാക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. സവോള ഒഴിവാക്കേണ്ടതാണ്, വെളുത്തുള്ളി ഒഴിവാക്കേണ്ടതാണ്, മാംസവും മദ്യവും ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇവ രാജസിക താമസിക ഗുണങ്ങളെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ ചന്ദ്രബലം നിലനിർത്താൻ ഭക്ഷണശുദ്ധി നിർബന്ധമാണ്. ചന്ദ്രബലമില്ല എങ്കിൽ എന്ത് പറ്റും? ശ്രദ്ധയും ഏകാഗ്രതയും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ പൂജാതി കാര്യങ്ങൾ കൃത്യമായി നടത്താൻ അവർക്ക് പ്രാപ്തിയില്ലാത്ത സാഹചര്യമുണ്ടാകും. വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആചാര്യന്മാർ കുളിക്കുന്നതോടൊപ്പം തന്നെ ദേഹശുദ്ധി എന്നൊരു പ്രക്രിയയുണ്ട്. മന്ത്രശുദ്ധിയും അനിവാര്യമാണ്. പുലയും വാലായ്മയും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. മരണം നടന്നാൽ പിതൃകർമ്മത്തിൻ്റെ കാലമാണ്. ജനനം നടന്നാൽ സൂതക കാലമാണ്. ഈ സമയത്ത് മന്ത്രാധികാരം പ്രയോഗിക്കാൻ ഇവർക്കൊന്നും തന്നെ അധികാരമില്ല. അതുകൊണ്ട് തന്നെ മന്ത്രം ചൊല്ലിയാലും ഫലമുണ്ടാവില്ല. മന്ത്രാധികാരം പ്രപഞ്ചം തന്നെ നിർത്തിവയ്ക്കുന്നൊരു സമയമാണ്. ദിവസത്തിൽ 3 പ്രാവശ്യം ഗായത്രി ജപിക്കേണ്ടതായിട്ടുണ്ട്. ഗായത്രി എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ശക്തി എന്നാണ് അർത്ഥം. ജപം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ ശുദ്ധി എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ നിത്യവും സൂര്യഗായത്രി ജപിക്കേണ്ടത് ഓരോ പുരോഹിതനും സാധാരണക്കാർക്കും ബുദ്ധിയുടെ ശുദ്ധി വർദ്ധിപ്പിക്കാനും പ്രപഞ്ചത്തിൻ്റെ ശരിയായ സ്രോതസ്സിലേക്ക് നമ്മുടെ ആത്മീയ ഭാവത്തെ എത്തിക്കാനും വളരെ പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പുരോഹിതൻ്റെ ഒരു ദിവസ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചാലും അതൊരു തപസ്സിൻ്റെ രൂപമാണ്. പുലർച്ചെ 3 മണിക്കെങ്കിലും പുരോഹിതനായിട്ടുള്ള ഒരാൾ എഴുന്നേൽക്കേണ്ടി വരും. കുളിക്കണം, നിർമ്മാല്യ ദർശനം നടത്തണം. രാത്രി അത്താഴ പൂജ വരെ ഇവർക്ക് വിശ്രമമേ ഇല്ല. ഗർഭഗൃഹത്തിലെ ചൂട് അഗ്നിതത്വത്തെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ പലർക്കും ബ്ലഡ് പ്രഷർ, ഷുഗർ, ത്വക്ക് രോഗങ്ങൾ ഇവയൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഒരു സാമ്പത്തികമായ യാഥാർത്ഥ്യവും നമുക്ക് പരിശോധിക്കാം. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലൊക്കെ വലിയ രീതിക്ക് ശമ്പളം കാണും. സ്ഥിര വരുമാനമുള്ളത് കൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടില്ലാതെ ജീവിതം മുന്നോട്ട് പോകും. പക്ഷേ ചെറിയ ക്ഷേത്രങ്ങളിലെ ദക്ഷിണയാണ് ഇവർക്ക് പ്രധാനമായിട്ടുള്ള ആശ്രയമെന്ന് പറയുന്നു. പെൻഷൻ സാധ്യതകളില്ല, ആരോഗ്യ സുരക്ഷയുമില്ല. പുതിയ തലമുറ നേരിടുന്നൊരു പ്രധാനമായ വെല്ലുവിളിയുണ്ട്. സാമ്പത്തികമായ സുരക്ഷയില്ലായ്മ, സാമൂഹികമായ ഒറ്റപ്പെടൽ, വിവാഹ ജീവിതത്തിലെ ബുദ്ധിമുട്ട്, വിദ്യാഭ്യാസപരമായി ഇത്രയും പഠിച്ചിട്ടും അതിനൊരു നിയമപരമായ അംഗീകാരം കിട്ടാതിരിക്കുക, ഇവയൊക്കെ തന്നെ ഒരു പ്രധാന കാര്യമാണ്. പലരും ഇപ്പോൾ ഓൺലൈൻ പൂജകൾ ചെയ്യുന്നുണ്ട്, ആത്മീയ പ്രഭാഷണങ്ങൾ തുടങ്ങിയവയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കഴിഞ്ഞിട്ട് ഭാഗികമായി മറ്റ് വരുമാന സ്രോതസ്സുകളിലേക്കും അവർ കടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. പുരോഹിതന്മാരില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്ഷേത്രമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശരീരമെന്നാണ്. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ പ്രാണൻ എന്നാണ് അർത്ഥം. പ്രാണനില്ലെങ്കിൽ ശരീരം നിർജീവമായി പോകും. പാരമ്പര്യ വിദ്യകൾ ഇല്ലാതാകും. ആഗമശാസ്ത്രം പൂർണ്ണമായും നഷ്ടമാകും. ഇതിനൊക്കെ ഒരു പരിഹാരവും വേണം. ജ്യോതിഷപരമായുള്ള പരിഹാരവും സാമൂഹികമായുള്ള പരിഹാരവും ഒക്കെ ചെറുതായി ഒന്ന് പറഞ്ഞു പോകാം. ഗുരുശാന്തി ഹോമങ്ങൾ ചെയ്യണം. പുരോഹിതന് ക്ഷേമനിധി ഉണ്ടാക്കി കൊടുക്കണം. ജാതിമത ഭേദമന്യേ സകലരെയും പുരോഹിത വൃത്തിയിലേക്ക് കൊണ്ടുവരണം. ശമ്പള പുനഃസംഘടന വേണം. ഭക്തജനങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. മാന്യമായ ദക്ഷിണ കൊടുക്കണം. ആരോഗ്യ ഇൻഷുറൻസ് സഹായം പോലുള്ള കാര്യങ്ങളൊക്കെ ഭക്തജനങ്ങൾ സംഘടിച്ച് സന്തോഷത്തോടുകൂടി തന്നെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനുള്ള സാഹചര്യമൊരുക്കണം. മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ നമ്മൾ അവരെ സഹായിക്കണം. ബഹുമാനത്തോടെ പെരുമാറണം. ഇതൊക്കെ തന്നെയാണ് പ്രധാനമായി പറയാനുള്ളത്. ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ ആത്മീയ നാഡിയാണ്. ആ നാഡിയിൽ ജീവൻ പകരുന്നത് പുരോഹിതനാണ്. അവരെ സംരക്ഷിക്കുന്നത് ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നതല്ല, മറിച്ച് ഒരു സംസ്കാരത്തെ സംരക്ഷിക്കുന്നതാണ്. നമ്മുടെ അടുത്തുള്ള ഒരു ചെറിയ ക്ഷേത്രത്തിൽ നിന്നെങ്കിലും ഈ മാറ്റം തുടങ്ങാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ഭഗവത് നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നന്ദി, നമസ്കാരം.